ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹർബസ പോളോ ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവ ദോശ. ഞങ്ങൾ കൊങ്ങിണികളുടെ ട്രഡീഷണൽ ഫുഡായ ഹർബസ പോളോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെറുപയർ 2 ടീസ്പൂൺ, വൻപയർ 2 ടീസ്പൂൺ, പരിപ്പ് 2 ടീസ്പൂൺ. ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കടലപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. കടല, ഉഴുന്ന് ഈ ഒരു ഗ്ലാസ് അളവിൽ 1/4 ഗ്ലാസ്. പിന്നെ ഞാൻ ഈ സ്പൂൺ അളവിലാണ് 2 ടീസ്പൂൺ വീതം ധാന്യങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പച്ചരിയാണ്. കഴിഞ്ഞ 2 ദോശകൾക്കും പച്ചരിയാണ് യൂസ് ചെയ്തത്, പറയാൻ വിട്ടുപോയി. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഉലുവ ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ധാന്യങ്ങളും ഉലുവ, കടല, പരിപ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 5 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വയ്ക്കാം. അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. രണ്ട് സെക്ഷനായിട്ട് അരച്ചെടുക്കണം, കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം, വറ്റൽമുളക്. അത് നിങ്ങളുടെ എരിവിന് ടേസ്റ്റിനനുസരിച്ച്. ഞാനിവിടെ 3 വറ്റൽമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്. പാകത്തിന് വെള്ളം, അരഞ്ഞു വരാനുള്ള വെള്ളം. നമുക്ക് അരച്ചെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ അടുത്ത സെക്ഷനും അരച്ചെടുക്കുക. നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എനിക്ക് ഇച്ചിരി എരിവ് കുറവാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ എരിവ് ആഡ് ചെയ്തായിരുന്നു, മുളക് പൊടി ആഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ദോശ നല്ല പരത്തിയെടുക്കുക. ഞാനിവിടെ നൈസ് ദോശ എടുക്കണം. കട്ടി ദോശ ഇഷ്ടമുള്ളവർക്ക് അതുപോലെയും ദോശ എടുക്കാം. പരത്തി വെച്ചതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക. ദോശയുടെ മുകളിലായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹർബസ പോളോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ദോശകളും ചുട്ടെടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന് സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് ചമ്മന്തി യൂസ് ചെയ്യാം, സാമ്പാർ യൂസ് ചെയ്യാം. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പായിട്ട് ചെയ്ത വറുത്തരച്ച ചമ്മന്തിയുടെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പീരയാണ്. ടേസ്റ്റിയാണ് തേങ്ങാപ്പീര യൂസ് ചെയ്ത് കഴിക്കാൻ. എല്ലാവരും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.